Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓഫീസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യമൊക്കെ കവർ ചെയ്തു. നിങ്ങൾ വായിച്ചു നോക്കുന്നുണ്ടോ? Yes, ma'am. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എവിടെ വരെയാ നമ്മൾ എടുത്തു നിർത്തിയത്? അപ്സെറ്റ് കസ്റ്റമർ. അപ്സെറ്റ് കസ്റ്റമറിനെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പോ നിങ്ങൾ വായിച്ചു നോക്കുന്നുണ്ട് അല്ലെ? വലിയ കുഴപ്പമില്ലാത്ത ക്ലാസ് ആണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാലോ, ക്ലാസ് എടുക്കാലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് നമ്മളിപ്പോ കണ്ടു. വ്യത്യസ്ത പ്ലേസുകളിലെല്ലാം എന്താണ് നമുക്ക് ഈ റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടാവുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ ഇനി ഇൻ കേസ് ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ആണ്. ഫ്രണ്ട് ഓഫീസ് അതിന്റെ ചാപ്റ്റർ 8 ആണ്. നിങ്ങളുടെ ഇതിൽ എന്തൊക്കെ ആയിരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആണ്. നമുക്കപ്പോ നോക്കാനുള്ളത് നമ്മൾ കണ്ടു എന്താണ് വ്യത്യസ്ത പ്ലേസുകളിൽ റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റിംഗ് വരാം അല്ലെ? അപ്പൊ നമുക്ക് അറിയാം ഇൻ കേസ് ഒരു നമ്മളുടെ അല്ലെ നേരെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെല്ലുന്നതിന് പകരം ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വിങ് ഉണ്ടെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ സെപ്പറേറ്റ് ഉള്ള അതിനൊക്കെ വിങ് ഉണ്ടാവും അല്ലെ? എൻക്വയറി വിഭാഗം എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. ദെൻ അവിടുത്തെ ആ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള റിസോഴ്സുകൾ എല്ലാത്തിനെയും കൂട്ടി നല്ല അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റും സേവനങ്ങളും എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു വലിയ അല്ലെ വിവരങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക വിങ്ങൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു റോള് അല്ലെ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ആണ് ഡ്യൂട്ടി എങ്കിൽ, അങ്ങനെ ഒരു വിങ്ങിലാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും നമുക്കിനി പഠിക്കാനുള്ളത്. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് വിഭവശേഷികൾ അല്ലെ? അവിടെയുള്ള ആ ഹോസ്പിറ്റലിനകത്തുള്ള എന്തൊക്കെ വിഭവം അല്ലെ എന്തൊക്കെ മൂല്യമുള്ള കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട്, നഴ്സിന്റെ സേവനമുണ്ട്, എന്താണ് ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ബന്ധപ്പെട്ട രോഗനിർണയം നടത്താനുള്ള വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട്, ടെസ്റ്റിങ്ങും കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങളുണ്ട്, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം അതിന്റെ എല്ലാത്തിന്റെ വിവരങ്ങൾ അത് ചോദിച്ചറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സ് ഡെസ്കിൽ പോവുകയാണെങ്കിൽ അവരുടെ പങ്ക്, അവിടെയുള്ളവരുടെ വ്യത്യസ്തമായിട്ടുള്ള റോൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ്ലി അവർ പറയുന്നത് ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. അതായത് വരുന്ന ഏതൊരു കസ്റ്റമറിനെയും എന്താണ് നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചോട് കൂടിയിട്ട് വെൽക്കം ചെയ്യും അല്ലെ? ഗ്രീറ്റ് ചെയ്യും. ഓക്കെ, ഗുഡ് ഈവനിങ് മാം അല്ലെ, ഗുഡ് മോർണിംഗ് മാം, എന്താണ് നിങ്ങൾക്ക് ആവശ്യം അല്ലെ? ആ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന തരത്തിൽ തന്നെ അവരെ ഗ്രീറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് പോയിന്റ് നമുക്ക് റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദിയർ ക്വയറീസ്. അതായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുക അല്ലെ? എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ടാവണം അല്ലെ? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഒരു നല്ല നോളജ് ഉണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കുന്ന വ്യക്തികൾക്ക് അനുസൃതമായിട്ടുള്ള കസ്റ്റമറിന് അനുസൃതമായിട്ടുള്ള മറുപടികൾ അവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദിയർ ക്വയറീസ്. അത് അവരുടെ പ്രധാനപ്പെട്ട റോളാണ്. പെട്ടെന്ന് തന്നെ മറുപടികൾ കൊടുക്കുക എന്നത്. നെക്സ്റ്റ് നോക്കാം. നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, അവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലെ? അവർക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാവണം അല്ലെ? ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ല വിവരം ഉണ്ടായിരിക്കണം. എത്ര ഡിപ്പാർട്ട്മെന്റുകളുണ്ട് നമുക്കറിയാം, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ?
അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വ്യത്യസ്ത എന്താണ് ന്യൂറോ നെഫ്രോ കാർഡിയോളജി വിഭാഗം, ന്യൂറോളജി വിഭാഗം, അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് മാത്രമല്ല എന്താണ് ഡയഗ്നോസ്റ്റിക് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് എന്തെങ്കിലും സ്കാനിങ് സെന്ററുകൾ ഉണ്ടാകും, അതേമാതിരി ടെസ്റ്റിംഗ് സെന്ററുകൾ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ലാബ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ള വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരെ കാണണം. തീർച്ചയായിട്ടും ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ എന്താണ് നോളജ് ഈ ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലുള്ള വ്യക്തിക്ക് അറിവുണ്ടായിരിക്കണം. ആണ് പറയുന്നത് നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് എന്നുള്ള ഒരു വിവരം കൃത്യമായിട്ടും ഇദ്ദേഹത്തിന് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവണമെന്ന് പറയുന്നത്? കാരണം എന്തെങ്കിലും കാര്യം കൊണ്ടാണ് അവര് അത്രയും നോളജ് ഉണ്ടാവണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതായിരിക്കും അങ്ങനെ പറയാൻ കാരണം. ചോദിക്കുന്ന എൻക്വയറിയിൽ വന്ന് ചോദിക്കുന്നവർക്ക് ഓക്കെ ക്വയറീസിന് ക്ലർക്ക് ആകാൻ അല്ലെ, പേഷ്യന്റിന് ഓക്കെ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണം അല്ലെ. എന്തായാലും ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കണമെന്നുള്ള കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ് ഇവർക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഉള്ളതെന്നൊക്കെ നല്ല നോളജ് ഉണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കാട്ടോ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും. കാരണം എന്താണ് നമുക്കറിയാം ലാസ്റ്റ് അവർ ആണ് അല്ലെ, നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് അവർ ആണ്. അപ്പൊ എന്താണ് മുഷിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാലാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും. അപ്പൊ പടപെടാവുന്ന ആൻസർ പറയാൻ നിങ്ങൾ വിജയമാതിരി റെഡി ആയിട്ടിരിക്കാം. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായാലാണ് വന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്, ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. അത് മാത്രമല്ല നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഓരോ ഡോക്ടറിന്റെയും കീഴിൽ എന്തൊക്കെ എത്രത്തോളം എംപ്ലോയീസ് ഉണ്ട് നമുക്കറിയാം. ഇന്നില്ല ഇപ്പൊ കാർഡിയോളജി വിഭാഗമുണ്ട്, ന്യൂറോളജി വിഭാഗമുണ്ട്, നെഫ്രോളജി ഉണ്ട് അല്ലെ, പൾമിനോളജി ഉണ്ട്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് എങ്കിൽ അവിടെ ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അതിന്റെ ഇപ്പൊ ചോദിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് ഒരു പൾമിനോളജി വിഭാഗത്തിലെ ഏറ്റവും നല്ല ഡോക്ടർ ആരാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ അല്ലെ ഈ ആഴ്ചയിൽ വെനസ്ഡേ നമുക്ക് ഏതെങ്കിലും ന്യൂറോളജിസ്റ്റിനെ കാണാനായിട്ട് സൗകര്യം ഉണ്ടാകുമോ? അപ്പൊ നമുക്കറിയണം എന്താണ് നോളജ് ഉണ്ടാവണം. അവിടെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അത് ഈ ദിവസമൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ തലവനൊക്കെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഇതാണ് ഒക്കെ എന്നൊക്കെയുള്ള അറിവ് ഈ വ്യക്തിക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ചോദിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷുഡ് നെവർ ബി ഹാപ്പി വൈൽ റിസീവിംഗ് എ കോൾ. ചിലപ്പോ ആരെങ്കിലും വിളിച്ചായിരിക്കും ചോദിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എന്താണ് ദേഷ്യപ്പെട്ടെന്ന് പറയാതെ കമാൻഡ് കൂടിയിട്ട് തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കണം. എന്താണ് optimizes the patient's satisfaction, provide a time and treatment room utilization by scheduling appointments in a person or by telephone. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവരിങ്ങനെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുവദനീയമായ ടൈമിൽ തന്നെ ഇന്ന സമയം അല്ലെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ഇന്ന സമയത്ത് ഈ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് വന്ന് ആ ഡോക്ടറെ കാണാം അല്ലെ. എന്താണ് നിങ്ങൾ ഇൻ കേസ് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ധാരണ ചിലപ്പോൾ അറിയാത്തവരായിരിക്കും അല്ലെ. ഒരുപക്ഷെ ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് പോലും അറിയാത്തവരായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അസുഖത്തിനനുസരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം എന്താണെന്നും ആ സേവനത്തിൽ ഏത് ഡോക്ടറെയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് അല്ലെ, അത് ഇന്ന ദിവസം ഫ്രീ ആണെന്നുള്ള അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടതും അത് തന്നെയാണ് ഈ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലുള്ള വ്യക്തി തന്നെയാണ്. ക്ലിയർ ആയോ? ാണോ ജസ്റ്റ് വായിച്ചു നോക്കാം. ചിലപ്പോഴൊക്കെ ഏതെങ്കിലും റോളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്, ഈ റോൾ ആരുടെ റോളാണ് അല്ലെ, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലെ വ്യക്തിയുടെ റോൾ എന്താണ്. പൊതുവെയൊക്കെ എന്താണ് എല്ലാ റോളും ചെന്നിട്ട് ഇതെല്ലാം ആരുടെ ഇതിലാണ് പെടുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ് അല്ലെ. നോക്കാം, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ക്ലിയർ അല്ലേ?
യെസ്, ഓക്കെ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഇവിടെ നമ്മൾ ചെക്കപ്പുമായിട്ട് വരാറുണ്ട് അല്ലെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാറുണ്ട്. എന്തെങ്കിലും വയ്യായിക വരുമ്പോൾ മാത്രമല്ല, എന്താണ് നമ്മൾ ഫ്രീക്വന്റ്ലി എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കറിയാം. നമ്മുടെ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാനോ, അത് കൂടിയോ കുറഞ്ഞോ, അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷൻ ഒക്കെ ഉള്ളവര് അതിൻ്റെതായ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പിനൊക്കെ വേണ്ടി അല്ലെ, അല്ലെങ്കിൽ ഹേർട്ടുമായ ഡിസീസസ് ഒക്കെ ഉള്ളവര് ഇങ്ങനെ ഫ്രീക്വന്റ്ലി ഇങ്ങനെ പോകും. അങ്ങനെ ചെക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെക്കപ്പ് ഡെസ്ക് ഉണ്ട്. അങ്ങനെ ചെക്ക് ഡെസ്കിൽ എന്താണ് പ്രധാനമായിട്ടും അവിടെയുള്ളവരുടെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്നുള്ളത് നമുക്ക് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. ഓക്കെ, നമുക്കറിയാം അവർക്ക് ഏതൊരു കസ്റ്റമർ ആണെങ്കിലും അവരെ എന്താണ് അസിസ്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട റോൾ ഇദ്ദേഹത്തിന്റെയാണ്. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വർക്ക് ഇൻ ഇൻക്വയറീസ്. അതായത് അവര് അല്ലെ നമ്മളെ സഹകരിച്ച് അവര് എന്താണ് ചോദിച്ചു വരുന്നത്, ചെക്കപ്പുമായി കാര്യങ്ങളും ബന്ധപ്പെട്ടായിരിക്കും ഇവിടെ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അവരോട് കറക്റ്റ് ആയിട്ട് തന്നെ സഹകരിച്ച് തന്നെ മറുപടികളൊക്കെ കൊടുക്കുക. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ചെക്കപ്പുമായിട്ട് ഇനി എന്ന് വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്കില് നിങ്ങളുടെ ടൈമിൽ വരിക അല്ലെ, നിങ്ങളുടെ ചെക്കപ്പ് ടൈം അതാണ്. നമുക്കറിയാം അതല്ലേ, മിക്കപ്പോഴും ഇപ്പൊ ഡെന്റൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കമ്പിയൊക്കെ ടൈറ്റ് ചെയ്യുന്ന സ്ഥിരം സംഭവമാണ് അല്ലെ. അപ്പൊ അവരെന്താണ്, അവര് വലിയ വലിയ ഹോസ്പിറ്റൽ ക്ലിനിക്കൊക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ ടൈം ഷെഡ്യൂളൊക്കെ കുറിച്ച് ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെക്കപ്പിന് വരേണ്ടത് ഇന്ന ദിവസമാണ്, അവരുടെ ടൈമൊക്കെ കുറിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്തു. ഇത് തന്നെയാണ് ഇൻ കേസ് വലിയ വലിയ ഹോസ്പിറ്റൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും അവിടെ ചെക്കപ്പിനായിട്ട് ഇന്ന് ചെല്ലണം എന്നുള്ളത് ചെക്ക് ഡെസ്കിൽ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട റോൾ. ദെൻ കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ചില ചെക്കപ്പുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ, അത് ചെക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ചില ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും ഇല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ? ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടി വരും ചിലപ്പോഴെങ്കിലും വരും അല്ലെ. ചെക്കപ്പിനായിട്ട് ഇനി വരുമ്പോ നിങ്ങൾ ഇന്നത്തെ ടെസ്റ്റ് ചെയ്തിട്ട് വരണം എന്നൊക്കെ റിപ്പോർട്ട് തരും അല്ലെ, ഡോക്ടർ തരും. അപ്പൊ എന്ത് ചെയ്യണം, ആ ടെസ്റ്റ് നടത്താനുള്ള ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിനുള്ള ടൈമും കൂടി അറേഞ്ച് ചെയ്യേണ്ടതായിരിക്കും അല്ലെ. അപ്പൊ അവരായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഇവരുടെ ചെക്കപ്പിന്റെ റിസൾട്ട് ഒക്കെ കിട്ടും. ഇന്ന് ചെക്കപ്പിന് വേണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തേക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ അവരുടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചറിയേണ്ടത് ചെക്ക് ഡെസ്കിലുള്ള വ്യക്തികളാണ്. Then dispatch of a report after health checkup. നമുക്കറിയാം ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടുകൾ കറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത് ആര് തന്നെയാണ്, അവിടെ ചെക്ക് ഡെസ്കിലുള്ള വ്യക്തികളുടെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ ചെക്ക് ഡെസ്കിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ തരും കേട്ടോ. എന്തെങ്കിലും ഇവരുടെ ഏതെങ്കിലുമൊക്കെ റോള് എന്താണ് റോൾ എന്നുള്ളതൊക്കെ എന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. മിക്കപ്പോഴും എന്താണ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആരാണ്, ചെക്ക് ഡെസ്കിന് ആരാണ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് നമുക്കറിയാം. ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് നോട്ടേക്ക് പോവാം. ഓക്കെ അല്ലേ, കുഞ്ഞു പോയിന്റ്സ് അല്ലേ. നെക്സ്റ്റ് നോക്കാം, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് എന്താ പറയുന്നത്, റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് അല്ലെ. അവിടെ എന്താണ്, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവോ. നമ്മൾ ഒരറ്റത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ അറിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. കാരണം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അങ്ങടേക്ക് ഇവിടേക്കൊക്കെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഒരു വഴി കൂടെ പോയി തിരിച്ചു വരാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ. അത് അങ്ങനെ വരുമ്പോൾ ഓക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ നമുക്കറിയാം റിപ്പോർട്ട് ഡെസ്ക് ബാച്ചിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിലും റിപ്പോർട്ടുകളെല്ലാം ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, അത് കളക്ട് ചെയ്യും, ആവശ്യക്കാർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും അല്ലെ. അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്താണ് റിപ്പോർട്ടുകളെല്ലാം സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. then provide reports on the time to the client. ഓരോരുത്തർ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് അവർക്ക് റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുക.
then maintaining record of the report received and hand over. In case നമുക്കറിയാം എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ record of the reports received and hand over ആർക്കാണ് കൈമാറ്റം ചെയ്യേണ്ടത്. ചിലപ്പോ എന്താണ് നമുക്കറിയാം ചാർട്ടിംഗ് റൂമിൽ വെച്ചിട്ട് കൈമാറ്റം ചെയ്യുക അല്ലെ. നേരിട്ട് വന്ന് ആവശ്യപ്പെടുമ്പോൾ വ്യക്തമായ കൺസെന്റും ഒപ്പം കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ഡെസ്കിൽ നിന്ന് അവർ നേരിട്ട് കൊടുക്കും. അല്ലാത്ത പക്ഷം നമുക്കറിയാം വീണ്ടും ഡോക്ടറിനൊക്കെ കാണാനായിട്ട് വരികയാണെങ്കിൽ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചാർട്ടിലൊക്കെ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഹാൻഡ് ഓവർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്കിലെ വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ചെറിയ പോയിന്റ് ടൈമിംഗ്. നമുക്കറിയാം അവിടെ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും അവിടെ ഒരു ഫ്രണ്ട് ഓഫീസിൽ അല്ലെ ഒരു സ്റ്റാഫിന് എപ്പോഴും ഡ്യൂട്ടി ഉണ്ടാവും അല്ലെ. രാത്രി പോയാലും അവിടെ വ്യക്തി ഉണ്ടാവും, പകല് പോയാലും അവിടെ വർക്കിംഗ് ആണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫ്രണ്ട് ഓഫീസർ പ്രൊവൈഡ്സ് എ പേഷ്യൻസ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours സർവീസ് അല്ലെ. 24 മണിക്കൂറും സേവനമുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ഓഫീസ് എന്നുള്ളത്. സ്റ്റാഫ് വർക്കിന്റെ 3 ഷിഫ്റ്റ്സ്. അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ടൈമിംഗ് കാര്യങ്ങള് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓരോ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞ കുറച്ച് മാറ്റേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ മെയിൻ ജോബും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അല്ലേ ഒന്നുകൂടി നിങ്ങൾക്കും കൂടി അതിൽ ഇൻവോൾവ് ആവാം. ഞാൻ മാത്രം ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നിങ്ങൾക്കും കൂടി അതില് പങ്കാളിയാവാനായിട്ട് സാധിക്കും. ഈ കുറച്ച് ഭാഗം കൂടി എവിടെ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. A hospital front office executive is a person who works in the hospital front office and manages the various tasks. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ഫ്രണ്ട് ഓഫീസിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള കടമകൾ അല്ലെ പലതരത്തിലുള്ള ജോലികൾ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ഇല്ലേ? ഉണ്ടാവാം. പേഷ്യന്റിനെ വെൽക്കം ചെയ്ത് അവരെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇതുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇല്ലേ? വ്യത്യസ്ത റോളുകളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് അല്ലെ. He or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം ഫോൺ എൻക്വയറി അല്ലെ ഫോണായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് അദ്ദേഹമാണ്. പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത് ഗ്രീറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ് അവരുടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെ. അത് ചെയ്യുന്നത് നമുക്കറിയാം ഓരോ സമയത്തിനാണ് അല്ലെ. ഇന്ന് മേടിച്ചിട്ട് അടുത്ത മാസം കാണാനല്ല, അവരുടെ പറ്റാവുന്ന സാഹചര്യവും സമയവും അനുസൃതമായിട്ട് തന്നെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ ഫിസിഷ്യൻ ഓഫീസർ, ഡെന്റിസ്റ്റ് ഓഫീസർ, ഹോസ്പിറ്റൽ ഓർ അനദർ മെഡിക്കൽ ഫെസിലിറ്റീസ്. നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി അല്ലെ അത് എവിടെയും കാണാം അല്ലെ. അതിപ്പോ സ്കൂളിലാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒക്കെ കാണാനായിട്ട് റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നുണ്ടാവും അല്ലെ. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻക്വയറി വിഭാഗമായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം അത് ഏതൊരു ചെറിയ ഡെന്റിസ്റ്റിന്റെ ഏരിയയിലെ ക്ലിനിക്കിലും ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡയഗ്നോസിസ് പ്രൊസീജിയറുമായിട്ട് അല്ലെ സ്കാനിങ് സെന്ററിൽ പോലും എന്താണ് റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട് അല്ലെ. ഇൻ കേസ് ഒരു ഫിസിഷ്യൻ അല്ലെ ഒരു ഫിസിഷ്യൻ ചിലപ്പോ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും. അദ്ദേഹം ചിലപ്പോൾ വീട്ടിലും എന്തെങ്കിലുമൊക്കെ അല്ലെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് വെക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും വെക്കും. അറിയാം വരുന്ന പേഷ്യൻസിനെ അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചിലർക്കൊക്കെ അങ്ങനെ കാണുള്ളൂ, ചിലർക്കൊക്കെ എന്താണ് ചിലപ്പോ ഇനിയൊന്നും കണ്ടിട്ട് വരില്ല. കേസ് ചില കാര്യങ്ങൾ കൂടി അടുത്ത പാരഗ്രാഫിൽ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഡ്യൂട്ടിയിലെ വേറൊരു രീതി കൂടി മനസ്സിലാവാനായിട്ട് സാധിക്കും. അതായത് ഇൻ സ്മാളർ ഓഫീസസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. അതായത് ചെറിയ ഓഫീസൊക്കെയാണ് എങ്കിൽ, ചെറിയൊരു ക്ലിനിക്കലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ് എങ്കിൽ ഈ പറഞ്ഞോളം പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ രേഖപ്പെടുത്തും. ഒപ്പം തന്നെ എന്താണ് ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യേണ്ട കുട്ടികളൊക്കെ ഉണ്ട്. ഒരു കാർഡിയോളജിസ്റ്റിന്റെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അല്ലെ ഒരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ
പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല കാർഡിയോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെ ഒരു CT ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവര് ഹെൽപ്പ് ചെയ്യാനായിട്ടും പോകും ഇല്ലേ ഉണ്ടാവില്ലേ അങ്ങനെ കണ്ടിട്ടില്ലേ ഉണ്ടാവോ ഞാൻ വെറുതെ പറയുന്നതാണോ അല്ല അല്ലെ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്ന അവരുണ്ടാവും അവര് റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടി മാത്രം ചെയ്യാതെ ചെയ്യുന്നത് റെക്കോർഡിക്കലി ഡോക്ടറിനെയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ ചിലപ്പോ ഒക്കെ കമ്പ്യൂട്ടറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അദ്ദേഹം ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ചെറിയ ചെറിയ ഓഫീസ് ആണെങ്കിൽ will be responsible for both the administrative and the clinical duties അവിടെ ഭരണനിർവഹണമായ പേഷ്യന്റിനെയൊക്കെ റെക്കോർഡ് അല്ലെ മരണ സമയവും ഡേറ്റൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അല്ലെ ആ ഒരു ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഹെൽപ്പും ചെയ്യുന്നു then in largest officer they may only be responsible for administrative or clerical duties വലിയ വലിയ ഓഫീസ് ആണെങ്കിൽ നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി അവിടെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ വരുന്നവർക്ക് എൻക്വയറിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർക്കൊക്കെ ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ തന്നെയാണ് ഇരിക്കുന്നത് അതേ ചെറിയ ചെറിയ ഓഫീസിലുള്ള മാത്രമേ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പോണില്ല അല്ലെ അപ്പൊ അങ്ങനെ ഉള്ള വ്യത്യസ്ത ഡ്യൂട്ടികളുമുള്ള റിസപ്ഷനിസ്റ്റുകൾ ഉണ്ടാവാം The position is referred to as a medical office assistant, medical assistant, receptionist, or healthcare administrative profession. Okay, അപ്പൊ ഇവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് ചിലരെ മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് എന്ന് പറയും ചിലപ്പോൾ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയും ചിലപ്പോൾ റിസപ്ഷനിസ്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട് വ്യത്യസ്ത പേരുകളിലെല്ലാം ഈ റിസപ്ഷനിസ്റ്റിനെ അറിയപ്പെടാൻ പറ്റും അപ്പൊ അതിനൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം ക്ലിനിക്കൽ ഡ്യൂട്ടീസ് അല്ലെ മാത്രമുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഒക്കെ ഉള്ള കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കാം ചിലപ്പോഴൊക്കെ റയറായിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ ജസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം മനസ്സിലാക്കിയല്ലോ അതിനുള്ള ഡൗട്ടുകളുണ്ടോ അങ്ങനെ ചെയ്താൽ മതി അല്ലേ ഓക്കെ കണ്ടിന്യൂ ചെയ്യാണ് നെക്സ്റ്റ് നോക്കാം മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് കണ്ടത് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക നിങ്ങൾ തന്നെ ഒന്ന് പറയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടീസുകളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ഇപ്പൊ ഒരുപാട് പോയിന്റ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയോന്ന് അറിയണ്ടേ ഞാൻ മാത്രം പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ആരെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് ആരുമില്ല ഗ്രീറ്റിംഗ്സ് ഓക്കെ വരുന്ന പേഷ്യൻസിനൊക്കെ വെൽക്കം ചെയ്യണം അല്ലെ അവർക്കൊക്കെ വിഷസ് കൊടുക്കണം വെൽക്കം ചെയ്യണം എൻക്വയറി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണം പിന്നെ രണ്ടുപേരെ വന്നോളൂ ഓക്കെ പറയുന്നത് റെക്കോർഡ് ചെയ്യണം
ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ വെൽക്കം ചെയ്യണം. അത് രണ്ടും നമ്മൾ കണ്ടു. എന്തെങ്കിലും ന്യൂ പേഷ്യന്റ് ആണെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ നോക്കാം. എന്തായാലും ഇതൊക്കെയായിട്ട് എടുക്കുന്നതിന്റെ ബില്ലെങ്കിലും നോക്കണം അല്ലെ. അവർക്ക് നല്ല സ്മൈൽ ഫേസോട് കൂടിയിട്ടൊക്കെ വെൽക്കം ചെയ്യണം. ലിസൺ, അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഓക്കെ, അത്യാവശ്യം നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നന്നായി ഗുഡ് മാനേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇവർക്ക് ഉള്ള പ്രത്യേക കഴിവുകളൊക്കെയാണ് അല്ലെ, ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അവർ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യങ്ങളിൽ അവരിൽ കുറെ കഴിവുകളും കൂടി ഉണ്ടായിരിക്കണം അല്ലെ. എന്നാൽ മാത്രമാണ് അവർ ഉത്തരവാദിത്തം കാര്യക്ഷമമായിട്ട് അവർക്ക് നിർവഹിക്കാൻ പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വേണം. ഓക്കെ, നല്ല ആശയവിനിമയം നടത്താനായിട്ടുള്ള ആ ഒരു സ്കില്ലൊക്കെ അവർക്ക് വേണം. അപ്പൊ നമുക്കറിയാം വ്യത്യസ്ത കഴിവുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് സ്റ്റാഫ് ഈസ് അബ്സെന്റ്. ഓക്കെ, മറ്റു സ്റ്റാഫുകളൊക്കെ അബ്സെന്റ് ആണെങ്കിൽ അതും കൂടി കൈകാര്യം ചെയ്യാനൊക്കെ റോളുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, നമുക്കപ്പോ നോക്കാം. വെൽക്കംസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓക്കെയാണ്. കാരണം നമ്മളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഉണ്ട് എന്നുള്ളതിന് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് അവർ ആയതുകൊണ്ടും ഞാൻ അതങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഇട്ടേച്ചു പോകും. പക്ഷെ എന്റെ ക്ലാസ്സുകളൊന്നും കേൾക്കുകയില്ല. അവസാനം എന്താണ് പഠിച്ചായോ ഒന്നും പഠിച്ചിട്ടില്ല, മിസ്സിന്റെ ക്ലാസ്സിലൊന്നും ഞങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓക്കെയാണ്. നോക്കാം. മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ആൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. അതായത് നമുക്കറിയാം അല്ലെ, എല്ലാ വിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ പേഴ്സണലി തന്നെ അവരെ ഫോണൊക്കെ വിളിക്കുകയാണെങ്കിലും അവരേക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യും അല്ലെ. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഓക്കെ, എന്താണ് വേണ്ടതിന്റെ ആവശ്യം എന്നുള്ള രീതിയിൽ തന്നെ അവരെ വെൽക്കം ചെയ്യണം. എന്താണ് സെക്കൻഡ്, റിസപ്ഷനിസ്റ്റ് ഈവൻ ഇഫ് യു കാനോട്ട് വെർബലി greet the patient, keeping eye contact with them, lets them know you are aware of their presence and will get to them as soon as possible. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന് ഈ പറഞ്ഞ ഒരുപാട് ഡ്യൂട്ടികൾ ഉണ്ടല്ലേ. വ്യത്യസ്ത ആൾക്കാരെ അവരുടെ എൻക്വയറിക്ക് വരും. ഡിപ്പാർട്ട്മെന്റുകൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇന്ന് പേഷ്യൻസ് എത്രത്തോളം ഉണ്ട് അല്ലെ, എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പോൾ മെസ്സേജുകളൊക്കെ ശ്രദ്ധിക്കണം. ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ ഇതിനിടയ്ക്ക് ആയിരിക്കും എന്താണ് പേഷ്യന്റ് ഒക്കെ വരുന്നത് അല്ലെ, എന്തെങ്കിലും എൻക്വയറിക്കൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് അവരെ നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ള ഒരു മൈൻഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ വലിയ ഡ്യൂട്ടി പല ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് അവരിൽ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാ തോന്നൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക? ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം ലെറ്റ്സ് ദം നോ യു ആർ അവെയർ. ഓക്കെ, നിങ്ങള് ഓക്കെ നമ്മൾ പറയില്ലേ നെക്സ്റ്റ് ടൈമിൽ വരാം നോക്കാട്ടോ, ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് എന്നുവെച്ചാൽ നമ്മൾ ആക്ഷനോട് കൂടിയിട്ടായിരിക്കും, നമ്മുടെ കണ്ണായിരിക്കും അവരെ ഒന്ന് ചലിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഈ ഒരു ഫോണിന് മറുപടി പറഞ്ഞു കഴിഞ്ഞോട്ടെ, ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പൊ അതായത് പേഷ്യൻസിന് എല്ലാവരും ഇപ്പം നമ്മൾ എന്താണ് ഒരു വാല്യൂ കൊടുക്കണം അല്ലെ. അവർക്ക് എല്ലാവർക്കും തന്നെ വില കൽപ്പിക്കേണ്ടതാണ്. അതാണ് ഈ പോയിന്റിൽ എടുത്ത് പറയുന്നത്. The receptionist, even if you cannot verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. നിങ്ങളെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ആവശ്യം നിറവേറ്റാം. ജസ്റ്റ് ഈ ഫോൺ വെച്ചോട്ടെ. ആ ഒരു പറയാതെ തന്നെ അവർക്ക് കണ്ടുകൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായോ? ഓക്കെ, തേർഡ് പോയിന്റിലേക്ക് നോക്കാം. Respond to inquiry by patients, prospective patients and visitors in a courteous manner. അതായത് നമ്മളെപ്പോഴും അല്ലെ, എന്ത് മനുഷ്യൻ വന്നുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അല്ലെ, പക്ഷെ അവരുടെ രീതി എന്തൊക്കെയാണെങ്കിലും നമ്മളെപ്പോഴും എന്താണ് വിനയത്തോടുകൂടി റിസപ്ഷനിസ്റ്റ് എപ്പോഴെന്താണ് മര്യാദ കൈവിടാതെ തന്നെ അവരോട് വിനയത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കണം. അപ്പൊ വിദേശത്തോടു കൂടിയിട്ടൊന്നും ആ പേഷ്യൻസിനോടൊന്നും പെരുമാറരുത്. അവരോടെല്ലാം എന്താണ് വിനയത്തോടു കൂടിയിട്ടൊന്ന് മര്യാദയോട് കൂടി തന്നെ നമ്മൾ ആൻസറിങ്ങൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കാം. എന്താണ് തേർഡ് വണ്ണം അല്ലെ, ഫോർത്ത് വണ്ണം. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. അതായത് നമ്മളെപ്പോഴും എന്താണ്
പുതിയ പുതിയ പേഷ്യൻസിനെ അല്ലെ പുതിയ പുതിയ രീതി അനുസരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും, സീരിയൽ നമ്പറും കാര്യങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസിനെയും വരുമ്പോൾ പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അവരെ രജിസ്ട്രേഷൻ രീതിയിൽ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ എൻറ്റർ ചെയ്യണം. Then register new patients and update the existing patient demographics by collection detailed patient information that includes the personal and the financial information. അതായത് നമ്മളിപ്പോ പേഷ്യൻസിനെയൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും അവരുടെ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഏജും എവിടെ നിന്ന് വരുന്നു, എത്രത്തോളം എന്താണ് അവരുടെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. അത് റെക്കോർഡിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ അപ്ഡേഷൻ വരുത്തുകയും വേണം അല്ലെ. ഇൻ കേസ് പുതിയ ഒരു ടൈമിലാണോ അല്ലെങ്കിൽ ആ ഡേറ്റ് ഒക്കെ മാറ്റേണ്ട വരും അല്ലെ. അപ്പൊ അപ്ഡേഷൻ ഒക്കെ വരുത്തണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം തന്നെ എന്താണ് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ട് വല്ല ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നോക്കാം, അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് all necessary forms and documentation including medical insurance. അതായത് നമുക്കറിയാം അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഒന്നും തന്നെ എല്ലാവർക്കും ചില വിവരങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ ഇന്ന ഫോമുകളൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യണോട്ടാ. നിങ്ങളുടെ പേരുകളൊക്കെ ഒക്കെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്ന ഫോമുകൾ കൂടി ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനെ അവരെ സഹായിക്കുക, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, ഡ്യൂട്ടി ഉണ്ടാവൂലേ? എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും അറിവുണ്ടാവണമെന്നുണ്ടോ? ചെയ്യേണ്ടതായിട്ട് വരുമോ? ഉണ്ടാവും അല്ലെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും വിവരം ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. They ensure patients to complete all necessary forms and documentation including medical insurance. പിന്നെ ഉറപ്പുവരുത്തുക, അതായത് നമ്മളിപ്പോ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അഡ്മിഷൻ വന്നേക്കുക. അപ്പൊ ചില കുറച്ചും കൂടി പല കാര്യങ്ങൾ ഫോമുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും അല്ലെ പ്രത്യേക ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ഫില്ലപ്പ് ചെയ്ത് നമ്മൾ എന്താണ് ഈ ഒരു എൻക്വയറി വിഭാഗം തന്നെ അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഇൻഷുറൻസ് ആണെങ്കിലും മറ്റേതെങ്കിലും ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോമുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തന്നെയാണ്. Information is accurate including billing information. അതായത് നമ്മൾ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇൻ കേസ് നമുക്കറിയാം മെഡിക്കൽ ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാർഡിന്റെ ഉള്ളില് ഈ വ്യക്തിയുടെ പേര് കാണണമെന്നില്ല അല്ലെ. അപ്പൊ ഓക്കെ, നമ്മൾ ഈ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം, ഈ പറഞ്ഞ പേര് ഈ ഒരു ഫോമിന്റെ ഉള്ളിൽ ഈ കാർഡിന്റെ ഉള്ളിലുള്ളത് തന്നെയാണോ എന്നുള്ളത് അല്ലെ. ഒരു കാർഡിന്റെ കോപ്പിയൊക്കെ ചിലപ്പോൾ സ്വീകരിക്കും. അപ്പൊ കാർഡിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ പേരുള്ള വ്യക്തി തന്നെ ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അല്ലെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. അത് ഉറപ്പുവരുത്തണം ഈ ഒരു ഡാറ്റാസ് ഒക്കെ അല്ലെ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം. Then inform patients of a medical officer procedure and policies. അതായത് നമുക്ക് എപ്പോഴും നമുക്കറിയാം എല്ലാ നിയമങ്ങളും അല്ലെ പേഷ്യന്റിന്റേതായിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം നയങ്ങളെല്ലാം തന്നെ അത് കൃത്യമായിട്ട് തന്നെ അറിയിക്കാം അല്ലെ. ഈ ഹോസ്പിറ്റലിൽ ഇന്ന രീതിയൊക്കെയാണ്, ഇന്ന നയങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് മാത്രമല്ല അല്ലെ റൂം കാര്യങ്ങൾ റെന്റൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പൊ അത്യാവശ്യം പോളിസി കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത്. Then maintain and manage patient records. നമുക്കറിയാം ഈ റെക്കോർഡുകളെല്ലാം അല്ലെ എല്ലാം അപ്ഡേഷൻ തന്നെ വരുത്തണം. നമുക്ക് ഇൻ കേസ് ഫ്രീക്വന്റ്ലി വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിലും അവരുടെ റെക്കോർഡുകളൊക്കെ അപ്ഡേഷൻ വരുത്തി കൈകാര്യം ചെയ്യേണ്ടതാണ്. Then എന്താണ് നെക്സ്റ്റ് പറയുന്നത്, move patients to appointments as scheduled. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട്. move patients to appointments as scheduled എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഡോക്ടറെ കാണാനായിട്ടാണെങ്കിൽ സമയത്താണ് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് ആ പേഷ്യൻസിനെ അവിടേക്ക് പറഞ്ഞയക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളത്. Then facilitate patients flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and the clinical staff. ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു ഡോക്ടറെ കാണാനായിട്ട് ബുക്ക് ചെയ്യും.
അല്ലേ? നമ്മൾക്ക് ബുക്ക് ചെയ്യാറുള്ള കൂട്ടത്തിലാണ് അല്ലെ? സമയം വെറുതെ കളയണ്ടെന്ന് ഓർത്ത് ബുക്ക് ചെയ്യും. ഇൻ കേസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾക്ക് വേറൊരു അസൗകര്യം വന്നേക്കുന്നത്. ചിലപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഒരു ഡെത്ത് കേസ് എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റിൽ വരാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. ചിലപ്പോൾ മോർണിംഗിൽ വേണ്ടിയിട്ടായിരിക്കും ബുക്ക് ചെയ്തത്, പക്ഷെ ഈവനിങ്ങിൽ അല്ലെങ്കിൽ ആഫ്റ്റർനൂണിൽ നമുക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്താണ്, തീർച്ചയായിട്ടും അത് ഇൻഫോം ചെയ്യും അല്ലെ? അവിടെ ഇൻഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം, ഈ എൻക്വയറിയിലുള്ള വിഭാഗം മറ്റു അല്ലെ ആ ഒരു കൺസൾട്ടന്റ് വിഭാഗത്തിലുള്ള സ്റ്റാഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവരുടെ സമയക്രമം അത് മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ? എന്താ പറയുന്നതാണോ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? എന്തെങ്കിലൊക്കെ ഉണ്ടാവോ വരുന്ന സമയം അല്ലെ? വരുന്ന സമയത്തിന് എന്തെങ്കിലും അറൈവലിന്റെ സമയത്തിന് എന്തെങ്കിലും വേരിയേഷൻ വരാം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്താണ്, ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്താണ് ഇവിടെ എടുത്ത് പറയുന്നത്? ആൻസർ ഇൻകമിങ് ഫെസിലിറ്റി. Okay. Facilitate the patient flow by notifying the provider the patient's arrival, being aware of delays, and communicating with the patients and the clinical staff. പേഷ്യന്റിന്റെ കാലതാമസത്തെ കുറിച്ചിട്ട് ഒരു അല്ലെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും കാരണവശാല് പേഷ്യന്റ് വരികയാണെങ്കിൽ അല്ലെ വൈകി വരാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അവിടുത്തെ ക്ലിനിക്കൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് അവരുടെ സമയക്രമത്തില് വേരിയേഷൻ വരുത്തുക എന്നുള്ളത്. ക്ലിയർ ആയി കാണാം അല്ലെ? അപ്പൊ എന്റെ ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ്. അതായത് വരുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ ആൻസറുകൾ കൊടുക്കുക. ആൻസർ ദ ഫോൺ വൈൽ മെയിൻറ്റെയിനിങ് പൊളൈറ്റ് കൺസിസ്റ്റന്റ് ഫോൺ മാനർ യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്യൂട്ട്. അതായത് നമ്മൾ ദേഷ്യപ്പെട്ടൊന്നും മനസ്സിൽ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ? നല്ല കാമൻ ക്വയറ്റോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് മറുപടികൾ കൊടുക്കാനായിട്ട് തയ്യാറാവുക. ട്രാൻസ്ഫർ കോൾസ് ആസ്വദിക്കുകയാണ്. അതായത് നമുക്ക് ഇൻ കേസ് നമുക്ക് ഹോസ്പിറ്റലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അറിയാം, അത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ബേസ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എന്താണ് അവർ പറയും വെയിറ്റ് ചെയ്യാം, ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യട്ടെ എന്ന് പറയും. അങ്ങനെ ഉണ്ടാവാറില്ലേ? ഇങ്ങനെ പോയിന്റ് ഫുൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് പോരാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഉണ്ടാവില്ലേ അങ്ങനെ? ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബുക്കിംഗ് ഒക്കെ ചേഞ്ച് തരാറില്ലേ, ചെയ്യാറില്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ കോഴ്സ് റിക്വയർഡ് അല്ലെ, അവിടെ എവിടേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവർ പറയുന്ന അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. Then collect co-pays and payments. എന്നാണ് നമ്മുടെ co-pays എന്ന് പറയുന്നത്. ചിലപ്പോ നമ്മളിപ്പോ ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ കൊടുക്കും ഇല്ലേ? കൊടുക്കൂലേ? അതായത് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ കൊടുക്കും അല്ലെ? അപ്പൊ നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആക്ച്വലി നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വരികയാണ്. അപ്പൊ എന്താണ് ബുക്ക് ചെയ്തത് സമയത്ത് കൊടുത്ത അതൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ഈ റിസപ്ഷനിസ്റ്റിന്റെ കാര്യങ്ങളിലാണ് അല്ലെ? അപ്പൊ ആദ്യം ബുക്ക് ചെയ്ത ഡ്യൂട്ടി കൂടി കളക്ട് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഒന്നിച്ച് ആ എമൗണ്ട് ടാലിയാക്കും. ഓക്കെ, കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. ദെൻ റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിക്വയർഡ്. അതായത് ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, ഇപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചായതുകൊണ്ട് തന്നെ എന്തെങ്കിലും രോഗകാരണങ്ങളൊക്കെ ആയിട്ട് എത്ര പേര് അഡ്മിഷന് വന്നു, അല്ലെങ്കിൽ ഇന്ന അസുഖം വിളിച്ചു. ഇപ്പൊ കോവിഡ് ഒക്കെ സംബന്ധമായ സമയത്തൊക്കെ നമുക്കറിയാം ഇത്ര പേര് അഡ്മിഷൻ വന്നു അല്ലെ? കോവിഡുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായിട്ട് ഇത്ര പേര് അഡ്മിഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടോ അല്ലെ? അപ്പൊ നമുക്കറിയാം എൻക്വയറി വിഭാഗത്തിലാണ് അത് എത്രത്തോളം പേര് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പദമായ റിപ്പോർട്ടൊക്കെ അവിടെ നിന്നാണ് കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അതൊരു ഡ്യൂട്ടിയാണ്. അവർ ചോദിക്കുന്ന അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതാണ്. Schedule hospital admissions, tests, scans and outside appointments for a patient. അതായത് നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ടെസ്റ്റും കാര്യങ്ങളും നേരത്തെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ റിപ്പോർട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ടെസ്റ്റിങ് സ്കാനിങ്ങുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഈ എൻക്വയറി വിഭാഗം തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അതിന്റെ സൗകര്യം കൊടുക്കണം.
ഇൻ കേസ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ് അല്ലെ, പേഷ്യന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഔട്ട്സൈഡിലെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സ്കാനിങ്ങിനൊക്കെ പോകണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ അല്ലെ അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടതും ആര് തന്നെയാണ്, നമ്മുടെ റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. Then obtain external medical reports as required by a medical professionals. അതായത് എന്തെങ്കിലും അല്ലെ റിപ്പോർട്ടുകൾ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ അഭിപ്രായത്തിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെ, അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനും അല്ലെ അത് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് തന്നെ അവർ കളക്ട് ചെയ്തൊക്കെ കൊടുക്കേണ്ടത്. obtain external medical reports as required by medical professionals. നമുക്കറിയാം നമ്മളിപ്പോ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഔട്ട്സൈഡിലാണ് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഒരു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് കൊടുക്കണം. റെസ്പോണ്ട് ആൻഡ് കംപ്ലൈന്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ. എന്തായാലും അപേക്ഷകളും കാര്യങ്ങളും അല്ലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ക്യൂ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടോ വിചാരിച്ചത്ര രീതിയിൽ റിട്ടേൺസ് എന്താണ് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്തെങ്കിലും റിക്വസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനും കൃത്യമായ മറുപടികൾ എൻക്വയറി വിഭാഗത്തിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. അതായത് വരുന്ന അല്ലെ ഇൻകമിംഗ് ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾക്കാണെങ്കിലും അതൊക്കെ ഡീൽ ചെയ്യുക എന്നുള്ളതും എന്താണ് എൻക്വയറി വിഭാഗത്തിനെ ബാധിക്കുന്നതൊക്കെ എൻക്വയറി വിഭാഗം തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. എന്താണ് കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും എഴുത്തുകുത്തിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കാനുണ്ടാവും, ചിലപ്പോൾ മാനേജ്മെന്റിന് എന്തെങ്കിലും ഇന്നത്തെ ഡ്യൂട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ടുകൾ കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് അപ്പോയിന്റ്മെന്റ്സിന് ഏതെങ്കിലും ഡോക്ടറിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കാനാണെങ്കിൽ അതൊക്കെ ലൈക് അവരെന്തെങ്കിലും നമുക്കറിയാം ഏതെങ്കിലും രീതിയിലുള്ള ഡ്യൂട്ടികൾ ഇവരെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്യാനും ഇവരെ ബാധ്യസ്ഥരാണ്. ഓക്കെ, ജസ്റ്റ് 2-3 പോയിന്റ് കൂടി എടുക്കാം. ജസ്റ്റ് ഇതുവരെ ഒന്ന് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് 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 നിങ്ങൾ ബോറടിക്കും. വരെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ വെന്റിലേറ്റർ എടുക്കാം. വെന്റിലേറ്ററോ ഓപ്പറേഷൻ തിയേറ്ററോ രണ്ടുമുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ എടുക്കാതെ എടുത്തിട്ട് വെന്റിലേറ്ററിലേക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്തായാലും കഴിയില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. അപ്പം അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോ ഇങ്ങനെ ഏകദേശം പറഞ്ഞ പോയിന്റ്സ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ബോറടിച്ച് തുടങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയും അല്ലെ. അതായത് ഇത്രയും കൂടെ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിലൊന്നും ഇത്രയും ഇന്നുണ്ടാവില്ല. കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായി പോകുന്നുണ്ടോ? ജസ്റ്റ് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാട്ടോ.
അഭിനയം ചെയ്യാലോ. നമ്മള് എന്താ പറയുന്ന ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് കോസ്റ്റ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിനെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്ത് കോസ്റ്റ് അല്ലെ, ഇൻ കേസ് തപാൽ സംബന്ധമായ എന്ത് കാര്യമാണെങ്കിൽ കൂടി അവരതിന് റിപ്ലൈ കൊടുക്കണം. കംപ്ലീറ്റ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് അസൈൻഡ് അല്ലെ. അതേമാതിരി തന്നെ എന്തെങ്കിലും വ്യക്തിഗത കാര്യങ്ങളൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടതുണ്ടായെങ്കിൽ അതൊക്കെ എൻക്വയറി വിഭാഗത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ റിപ്പോർട്ടുകൾ അവർ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. Maintain stock of performance and keep a medical officer supplies adequately stocked by expecting inventory needs, placing orders and monitoring office equipment. നമുക്കറിയാം എന്താണ് ആർട്ടിക്കലി എല്ലാ കാര്യങ്ങളും അല്ലെ, അവിടെ ആ ഒരു എൻക്വയറി വിഭാഗത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റോക്കുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത് ഇദ്ദേഹം തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് അവരുടെ ചിലപ്പോ എന്തെങ്കിലും പേഷ്യൻസ് വരുമ്പോഴായിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ പർപ്പസ് ഇല്ല, അവരുടെ പ്രിന്റിങ് ഔട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അവരുടെ മഷി തീർന്നുപോയി അല്ലെ, എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഒന്നും ബാധിക്കാൻ പാടില്ല അല്ലെ. കാരണം മൊത്തത്തിൽ അവിടെ ഡിസോർഡർ ആകും. ക്യൂ നിൽക്കുന്ന പേഷ്യൻസിനൊക്കെ ഭയങ്കര ദേഷ്യപരമായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളെല്ലാം കൃത്യമായ പ്ലേസിൽ തന്നെ കൃത്യമായിട്ട് തന്നെ വെച്ചിരിക്കണം. അവിടെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം സ്റ്റോക്കൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കിയിരിക്കണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കിയിരിക്കണം. മോണിറ്ററിങ് ഓഫീസ് എക്യുപ്മെന്റ്, എന്തെങ്കിലും എക്യുപ്മെന്റിലും എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടായെങ്കിൽ അതെല്ലാം തിട്ടപ്പെടുത്തി അവിടെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കണം. അതായത് എൻക്വയറി വിഭാഗത്തിന്റെ എല്ലാ മേൽനോട്ടവും ആർക്ക് തന്നെയാണ്, ആ റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. എന്തെങ്കിലും അപാകതകൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ അതൊക്കെ കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ട പ്ലേസിൽ തന്നെ അത് വെക്കേണ്ടതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് അവിടെ നന്നായിട്ട് തന്നെ എല്ലാം പരിപാലിച്ചിരിക്കുക, എല്ലാ സാധനങ്ങളെല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ച് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെ സൂക്ഷിക്കണം എന്നുള്ളത്. എന്താണ് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്കിംഗ് sure that the protected health information is secured by not leaving PHI in plain sight and logging of the computer before leaving it unattended. അതായത് നമ്മളിപ്പോ ഇതിനെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റ് കുറെ ഇൻഫോർമേഷൻസ് കൊടുക്കും അല്ലെ. അപ്പൊ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം രേഖപ്പെടുത്തുന്നത് എൻറ്റർ ചെയ്ത് വെക്കുന്നത് ഈ റിസപ്ഷനിസ്റ്റാണ്. ചില കാര്യങ്ങളെല്ലാം എന്താണ് അവര് കുറച്ച് പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്താണ് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അത് തീർച്ചയായിട്ടും എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും രോഗം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെ അവരൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് അല്ലെ, ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്താണ് ഈ റിസപ്ഷനിസ്റ്റിന് ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇതില് എടുത്ത് പറയുന്നത് എന്താണ്? സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് അവരുടെ ആ ഒരു ആത്മവിശ്വാസം, ആ പേഷ്യന്റിന്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രൈവസി ആയിട്ട് അവര് കീപ്പ് ചെയ്യുന്ന കുറെ വിവരങ്ങൾ, അത് തീർച്ചയായിട്ടും എന്താണ് അതിന് സുരക്ഷ ഇവര് നൽകണം എന്നുള്ളത്. ഈ റിസപ്ഷനിസ്റ്റ് എന്താണ് അവരുടെ സുരക്ഷയെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതാണ്. കാരണം അവർ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് കുറച്ച് വിവരങ്ങളൊക്കെ ഇവരായിട്ട് പങ്കുവെക്കുന്നത്. ചില രോഗങ്ങളുടെ രോഗനിർണയത്തിനോ അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഒന്നും തന്നെ അതിലെ വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് the protected health information is secured by not leaving PHI in plain sight and logging of the computer before leaving it unattended. അതായത് നമ്മളിപ്പോ റിസപ്ഷനിസ്റ്റ് എന്താണ് ഈ ഇത്തരത്തിലുള്ള പ്രൈവസി ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അവര് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. പക്ഷെ ഒരു തേർഡ് പാർട്ടിക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല. അങ്ങനെ അതായത് നമ്മൾക്ക് ചില കാര്യങ്ങളെല്ലാം നമ്മുടെ മൊബൈലും വിസിബിൾ ആവണമെന്നില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ചില വിവരങ്ങളെല്ലാം എന്താണ് അത് മറ്റെല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അറിയേണ്ടവർക്ക് മാത്രമാണെന്ന് വിസിബിൾ ആവുന്ന രീതിയിലാണ് അത് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എന്തെങ്കിലും പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന്
ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ആക്ച്വലി അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് അതിന് തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. ഒരിക്കലും തേർഡ് പാർട്ടീസിനൊന്നും അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. PHI എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് പ്രൊട്ടക്റ്റഡ്, അവിടെ നോക്കാം, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ, അതാണ് PHIയുടെ ഫുൾ ഫോം. നോട്ട് ചെയ്ത് വെക്കാം, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അത് സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻസ് ആണ്. അത് അങ്ങനെ തന്നെ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കണം. അതായത് മറ്റു തേർഡ് പാർട്ടീസിന് അത് പ്ലെയിൻ സൈറ്റിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. PHI എന്ന് പറയുന്നത് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ആയിരിക്കും എന്താണ് റിസപ്ഷനിസ്റ്റ് യൂസ് ചെയ്യുന്നത് എത്തരത്തിലുള്ള വിവരങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തില് എന്താണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള വിവരങ്ങളെല്ലാം അതിലാണ് കീപ്പ് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, പോയിന്റ് ഓക്കെ ആണോ? കിട്ടിയോ? പോയിന്റ് ഒന്നുകൂടി പറയാം, സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെയാണെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിൽ തന്നെയുണ്ട് പ്രൈവസിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രൈവസിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് PHI, അല്ലെ? PHI എന്നുള്ള ഒരു ഫുൾ ഫോമിൽ നോക്കാം, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. ആ മൂല്യത്തോട് കൂടിയിട്ടായിരിക്കും അവരുടെ വിവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. ഒരിക്കലും തേർഡ് പാർട്ടീസിന് എന്താണ് പ്ലെയിൻ സൈറ്റിൽ വായിച്ചെടുക്കാനായിട്ട് പറ്റാത്ത വിധത്തിലായിരിക്കും ആ വിവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. രണ്ട് പോയിന്റും നോട്ട് ചെയ്യുക, പ്രൈവസിയും എന്താണ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ, PHIയുടെ ഫുൾ ഫോം. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാണാറുള്ള ഒരു പദമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം, നമുക്ക് സ്കിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാട്ടോ? ശേഷമൊന്നുമില്ല. ാണോ? എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.